ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷാണ് കേട്ടോ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2025-26 സമ്മറ്റി അസസ്മെൻറ്റ് ടേം 2 കേട്ടോ. അപ്പോൾ നോക്കാം അവിടെ എന്താണ് 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ട്. പിന്നെന്താണ് കൂൾ ഓഫ് ടൈമിൽ ഒന്നും എഴുതരുത്, നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ 1 to 3 റീഡ് ദ എക്സെപ്റ്റ് ഫ്രം ദ ലെസൺ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈ തന്നിരിക്കുന്ന ഈ ലെസൺ ദ ലോങ് വാക്ക് വിത്ത് ഗ്രാനിയാണ് അല്ലേ, അതിലുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്താണ് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ളത് അല്ലേ. നമുക്ക് ജസ്റ്റ് ഞാൻ വായിച്ചത്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്, എർത്ത് ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കെയിം ക്രാഷിംഗ് ഡൗൺ കംപ്ലീറ്റ്ലി കവറിംഗ് ദ റോഡ്. Nor was it over yet. Debris was still falling. Money saw rocks hurtling down the hill and into the river. അല്ലേ, എന്താണ് അത് ബിഗ് ലാൻഡ് സ്ലൈഡ് ആണ്. എർത്ത് ട്രീ മരങ്ങളും ബുഷസ് ഒക്കെ എന്താണ് അതൊക്കെ എന്താണ് ഈ മൊത്തമായിട്ട് വീണിട്ട് റോഡ് മൊത്തമായി എന്താണ് കവർ ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. പിന്നെന്താണ് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മണി കണ്ടെന്ത് റോക്സ് ഒക്കെ പാറക്കല്ലുകളൊക്കെ എന്താണ് താഴോട്ടേക്ക് കുന്നും ചെരുവെന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഉരുണ്ട് വന്ന് നിൽക്കുകയാണല്ലേ റിവറിലേക്ക് ഇങ്ങനെ ഉരുണ്ട് പോവുകയാണ് അല്ലേ. നോട്ട് എ സൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. എന്താണ് ഇവിടെ ബസ് നിർത്താൻ പറ്റിയൊരു സൂട്ടബിൾ പ്ലേസ് അല്ല അല്ലേ. ഒബ്സേർവ്ഡ് ഗ്രാനി ഹൂ കുഡിൻ സീ തിങ്. എന്താണ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈവൻ ആസ് ഷീ സ്പോക്ക് എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ മുകളിലേക്ക് ഈ ചെറിയ കല്ലുകളും എന്താ അതുപോലെ സ്റ്റോണുകളൊക്കെ ഇങ്ങോട്ട് വീഴുന്നുണ്ട് അല്ലേ. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം അല്ലേ. അലാം പോലെ പാസഞ്ചേഴ്സൊക്കെ യാത്രക്കാരൊക്കെ കരയുന്നുണ്ട്. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ്. ഡ്രൈവർ എന്താക്കി ബസ് റിവേഴ്സ് എടുക്കാൻ തുടങ്ങി അല്ലേ. ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. കുറേ റോക്സികളൊക്കെ ഇങ്ങോട്ട് എന്താക്കി താഴോട്ട് ഉഗാൻ തുടങ്ങി അല്ലേ, വീണു. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഞാൻ അതിലേറ്റ് എന്താ മോട്ടോർ റോഡ്സ് ഒരു ട്രസ്റ്റ് ചെയ്തില്ല അല്ലേ ഒരിക്കലും. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ വെൽ എവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. എന്താണ് ഡ്രൈവർ എന്താക്കി ഈ ലാൻഡ് സ്ലൈഡിൽ നിന്ന് കുറേ ദൂരത്തേക്ക് ബാക്കോട്ട് അടിച്ചില്ലേ വണ്ടി. ദെൻ എവരി വൺ ട്രംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. പിന്നെ എല്ലാവരും എന്താ ബസ്സിൻ്റെ പുറത്തേക്ക് വന്നു. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. എന്താണ് ആ റോഡ് ക്ലിയർ ആക്കണമെങ്കിൽ കുറേ ദിവസം പിടിക്കും അല്ലേ. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചർ ഡിസൈഡ് ടു റിട്ടേൺ ടു നൈനി വിത്ത് ദ ബസ്. എന്താണ് പാസഞ്ചേഴ്സിൻ്റെ കുറേ ആൾക്കാർ തീരുമാനിച്ച് എന്താക്കുക നൈനിയിലേക്ക് ബസ് തന്നെ തിരിച്ചു പോകാൻ വിചാരിച്ചിട്ട് ആ ബസ്സിൽ തന്നെ. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് അഗ്രി ടു വാക്ക് ടു മുസോറി അല്ലേ. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്താക്കി മുസോറിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡ് അല്ലേ. അപ്പോൾ എന്താണ് ഒരു ഷോർട്ട് കട്ടാണ് അല്ലേ, മൗണ്ടെയിൻ്റെ ഇതിലൂടെ ഷോർട്ട് കട്ടാണ്. അതെന്താണ് ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ബൈപ്പാസിലൂടെയാണ് ഇതല്ലേ. അപ്പം ഇതേ സ്റ്റോറി നമുക്ക് അറിയുന്നതാണ്, അതാണ് ടീച്ചർ വേഗം പറഞ്ഞു പോയത് കേട്ടോ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻസ് എന്താണ്. ഹൗ ഡസ് ദ നരേറ്റർ ഡിസ്ക്രൈബ് ദ ലാൻഡ് സ്ലൈഡ്. എങ്ങനെയാണ് ഈ നരേറ്റർ ഈ ലാൻഡ് സ്ലൈഡിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് അല്ലേ, നോക്കിയേ. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. It was a big landslide. Earth, trees and bushes had given way and came crashing down, completely covering the road. Nor was it കണ്ടോ ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ നമുക്ക് എന്താ നോക്കുക. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് മുതൽ എഴുതാം. ഇവിടുന്ന് മുതൽ ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മുതൽ ഇത് ഡെബ്രി വാസ് സ്റ്റിൽ ഫാളിങ് അല്ലേ. അവിടെ വരെയാണ് എന്ത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ എഴുതണേ. ഓക്കെ, ദെൻ അടുത്ത എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു ഡു. ഈ പാസഞ്ചേഴ്സ് എന്താണ് തീരുമാനിച്ചത്. മോസ്റ്റ് ഓഫ് ദ ആൻസർ ആണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നൈനി. കുറേ ആൾക്കാർ എന്താക്കി നൈനിയിലേക്ക് റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചല്ലേ. സം ഓഫ് ദ പാസഞ്ചേഴ്സ് ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. ചിലർ എന്താണ് ബസ്സിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്താണ് അടുത്തത് എ ഫ്യൂ പാസഞ്ചേഴ്സ് അഗ്രി ടു വാക്ക് ടു മുസോറി അല്ലേ. എന്താണ് കുറച്ച് പാസഞ്ചേഴ്സ് തീരുമാനിച്ചു എന്ത് മുസോറിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു അല്ലേ. ഇനി ഡി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് സി. ഇനി എന്താണ് എയും സിയും ആണ് റെഡി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതാണ് എയും സിയും ശരിയല്ലേ. കുറേ ആൾക്കാർ എന്താണ് നൈനിയിലേക്ക് പോകാൻ തീരുമാനിച്ചു തിരിച്ച്. പിന്നെന്താണ് എ ഫ്യൂ പാസഞ്ചേഴ്സ് എന്താണ് മസൂരിയിലേക്ക് നടക്കാനും തീരുമാനിച്ചു. ഓക്കെ, അതാണ് ഡി ആണ് ശരി കേട്ടോ. അപ്പോൾ ഡി ആണ് ബോത്ത് എ ആൻഡ് സി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് സ്കാറ്റേർഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമെയിൻസ്. എന്താണ് ഈ സ്കാറ്റേർഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമെയിൻസ് എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡ് എന്താണ് ഈ സെൻറ്റൻസിലുണ്ട്.
അത് ഏതാണെന്ന് ചോദിച്ചത്. എന്താണ് സ്കാറ്റേർഡ് പീസസ് ഓഫ് റബ്ബിഷ് ഓർ റിമൈൻസ് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയും അല്ലേ. അതായത് ബാക്കിയുള്ളത് അവശിഷ്ടങ്ങളൊക്കെ ആ അവശിഷ്ടം വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതവിടെ അല്ലേ, ഡെബ്രീസ് ആണ് കേട്ടോ. എന്താണ് ആൻസർ നമ്മൾ ഡെബ്രീസ്. ഓക്കെ, ഡെബ്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. Question 4 to 6, read the lines from the poem Hope is the thing with feathers and answer the questions that follow. എന്താണ് hope is the thing with feathers എന്ന് പറഞ്ഞാൽ ആ പോയത്തുള്ളതാണ് അല്ലേ. അപ്പം ഇവിടെ നോക്കിയേ, hope is the thing with feather that perches in the soul and sings the tune without the words and never stops at all. And sweetest in the gale is heart and sore must be storm that could abash a little bird that kept so many warm. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഇതിൽ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ പോയമാണ് അറിയുന്ന ഇതാണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്യൂൺ സങ് ബൈ ദ ബേർഡ്. എന്താണ് ഈ ബേർഡ് പാടുന്ന ആ ഈണത്തിന്റെ പ്രത്യേകത എന്താണെന്നാ കവി പറയുന്നത്. എന്താ പറയുന്നത്, ഇതവിടെ അല്ലേ. ഇറ്റ് ഹാസ് നോ വേർഡ്സ്, സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് ഇറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഓക്കെ, ഇതാണ് കേട്ടോ. എന്താണ്, ഇറ്റ് ഹാസ് നോ വേർഡ്സ്, സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ് ആൻഡ് ഇറ്റ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ എ മെറ്റാഫോർ ഫ്രം ദ ഗിവൺ ലൈൻസ്. തന്നിരിക്കുന്ന ലൈൻസ് ഏതാണ് മെറ്റാഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെറ്റാഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മെറ്റാഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മെറ്റാഫോർ എന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് സിമിലി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം മെറ്റാഫോറും സിമിലി എന്താണ്, സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലിയും മെറ്റാഫോറും എന്താ കമ്പയർ ചെയ്യുന്നതാണ് അല്ലേ. ഈ സിമിലി എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നിനെ പോലെയാണെന്ന് പറയുന്നത്. ഓക്കെ, അത് സിമിലി, ലൈക്കോ ആസോ അതിൽ വരും. പിന്നെ മെറ്റാഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് അതുപോലെ തന്നെയാണ്, അത് പറയുന്നത് ഒരുപോലെ ആണെന്നല്ല, അതുപോലെ അതാണ് പറയുന്നത്. മെറ്റാഫോർ എന്ന് പറയുന്നത് എന്താണ്, അതാണ് എന്ന് പറയുന്നത് കേട്ടോ. ഓൾ ഈസ് എ വാക്കിംഗ് ഡിക്ഷണറി, എല്ലാവരും വാക്കിംഗ് ഡിക്ഷണറി ആണ് അല്ലേ, അങ്ങനെ പറയുന്നത് അത് സംഭവം അതാണ്. അങ്ങനെ കമ്പയർ ചെയ്യുന്നത് അല്ലേ. സിമിലി എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്, ആ ലൈക്കോ ആസോ വന്നാൽ സിമിലിയാണ്. മെറ്റാഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഈസ് വരണം, അതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിയേ നമുക്കിവിടെ എന്താണ് ഈ മെറ്റാഫോറിലുള്ള സെൻറ്റൻസ് ഏതാന്ന് നോക്കിയേ. ഇതവിടെ നോക്കിയേ, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഹോപ്പ് എന്താണ്, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഹോപ്പ് ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, ബേർഡിനെ അല്ലേ. ബേർഡിനെ അതാണെന്ന്, ഹോപ്പാണെന്ന് എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹോപ്പ് അല്ലേ. അപ്പോൾ ഹോപ്പാണ്, ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, ദാറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, വൈ ഡസ് ദ പോയറ്റ് കോൾ ദ ബേർഡ് ലിറ്റിൽ. എന്തുകൊണ്ടാണ് പോയറ്റ് ഈ ബേർഡിനെ ലിറ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, എന്തിനാണ് നോക്കൂ. ദ പോയറ്റ് കോൾസ് ദ ബേർഡ് ലിറ്റിൽ ബിക്കോസ് ഹോപ്പ് ഈസ് സ്മോൾ, fragile and seemingly weak, yet it is extremely strong and keeps people warm even in the worst storms. Okay, next question, okay, read the lines from the 7 ages of man and write brief paragraph summarizing the ideas contained in the lines in about 60 to 80 words. All the words stage and all the men and women merely players. They have their access, their entrance, and one man in his time plays many parts, his acts being 7 ages. At first the infant, mewling and puckling in the nurse's terms, and then whining schoolboy with his stature and shining morning face, creeping like a snail, unwilling to school. അപ്പോൾ നോക്കി ഇവിടെ 8 to 10 അതിലെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഈ ലൈൻ വായിച്ചിട്ട് 7 ages of man എന്നുള്ളതാണ് അല്ലേ. അതിലൊരു ബ്രീഫ് പാരഗ്രാഫ് എന്താണ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കിയേ. ഷേക്സ്പിയർ compares the world to stage and all human beings to actor who plays different role throughout life. A person goes through 7 stages or ages. The first is the infant. First എന്താണ് infant ആണ് അല്ലേ, who mules and pukes in the nurse's arms അല്ലേ. The second is the whining schoolboy who carries his satchel, has a shining morning face, but creeps like a snail, unwilling to go to school. These lines show that life is like drama with fixed roles and every person has to play many parts from birth to death. Okay, അങ്ങനെ എഴുതാം. Then next question എന്താന്ന് നോക്കിയാൽ 8 to 10, read the passage given below and answer the questions that follow. എന്താണ് ഇത് പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. Once Fred and George walked slowly across the valley. Suddenly Fred stopped, sat down and on a large stone and said, I can't go any further, I am exhausted. George looked at him for a minute. Oh, come on, said George, we are almost there, just a little more.
Fred pointed to some trees ahead, half a mile ahead. There's a hut among those trees, he said. Probably some shepherd hut. ആട്ടിടയന്മാരല്ലേ ഹട്ടായിരിക്കും. ലെറ്റ്സ് റെസ്റ്റ് ദർ, ജോർജ് സെഡ്. ജോർജ്, യു നോ വി കാൺ ലൂസ് ടൈം. വി ഹാവ് ടു റീച്ച് the village before nightfall. Fred followed slowly. After half an hour, they reached the hut and knocked. An old woman opened the door. She looked at them kindly and invited them in. She gave them hot milk and bread. After resting for an hour, they thanked the old woman and continued their journey refreshed. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് മക്കളെ? ഒരിക്കൽ എന്താണ് ഫ്രെഡും ജോർജും എന്താണ് ഒരു വാലിയിലൂടെ പതുക്കെ നടന്നു അല്ലേ. പെട്ടെന്ന് എന്താണ് ഫ്രെഡ് നിന്നു ഒരു വലിയ കല്ലിലാണ്ട് ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അല്ലേ. ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്. ജോർജ് എന്താക്കി ഒരു മിനിറ്റ് അവനെ നോക്കി. ഓ വാ ജോർജ്, ഓ വാ എന്ന് പറഞ്ഞില്ലേ ജോർജ്. നമ്മൾ ഏതാണ്ട് എത്തി, കുറച്ചുകൂടി പോകാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഫ്രെഡ് അരമൈൽ മുന്നോട്ട് ചില മരങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു. ആ മരങ്ങൾക്കിടയിൽ എന്താണ് ഒരു ഷെപ്പേഴ്സിൻ്റെ ഒരു വീടുണ്ട്, ഒരു കുടിലുണ്ട്. അദ്ദേഹം പറഞ്ഞില്ലേ. ഒരു കുടിലുണ്ട്, അത് ചിലപ്പോൾ എന്താണ് ഷെപ്പേഴ്സിൻ്റെ കുടിലായിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വിശ്രമിക്കാമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ജോർജ്, നമുക്ക് സമയം കളയാൻ കഴിയില്ലെന്നും നിങ്ങൾക്കറിയാം. രാത്രി ആകുന്നതിന് മുമ്പ് എന്താണ് നമുക്ക് ഗ്രാമത്തിൽ എത്തണമെന്ന് ഫ്രെഡ് പതുക്കെ എന്താക്കി ജോർജ് പറഞ്ഞില്ലേ. അപ്പം ഫ്രെഡ് എന്താക്കി പതുക്കെ പിന്തുടർന്നു. അരമണിക്കൂറിന് ശേഷം അവർ എന്താക്കുക കുടിലെത്തിയില്ലേ. ഒരു വൃദ്ധ വാതിൽ തുറന്നു. അവൾ അവരെ ദയയോടെ നോക്കി അവരെ അകത്തേക്ക് ക്ഷണിച്ചു അല്ലേ. അവൾ എന്താണ് അവർക്ക് ചൂടുള്ള പാലും ബ്രെഡും നൽകി. ഒരു മണിക്കൂർ വിശ്രമിച്ച ശേഷം എന്താക്കി അവർ വൃദ്ധയോട് നന്ദി പറഞ്ഞു. ഉന്മേഷത്തോടെ എന്താണ് യാത്ര തുടർന്നു അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി അല്ലേ. വാട്ട് ഡിഡ് ഫ്രെഡ് പോയിന്റ് ഔട്ട് എമംഗ് ദ ട്രീസ്. അപ്പോൾ മരങ്ങൾക്കിടയിൽ ഫ്രെഡ് എന്താണ് ചൂണ്ടിക്കാണിച്ചത്? എ ഷെപ്പേർഡ്സ് ഹട്ട്, എ ഹട്ട് എമംഗ് ദോസ് ട്രീസ് അല്ലേ. അപ്പോൾ എന്താണ് ചൂണ്ടിക്കാണിച്ചത്? എ ഷെപ്പേർഡ്സ് ഹട്ടാണ്, ഹട്ട് എമംഗ് ദോസ് ട്രീസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ഇത് നോക്കിയേ. കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. ബിഫോർ സപ്പർ ദ ബോയ്സ് എന്താണ്. അപ്പോൾ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത് അല്ലേ. ബിഫോർ സപ്പർ ദ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ബാക്കി എന്താ ഇവിടെ വരികയെന്നല്ലേ. സപ്പറിന് മുന്നേ ബോയ്സ് എന്താ പറഞ്ഞത്? ഈ ഫസ്റ്റ് വൺ എന്താണ്? എ ആണ്, ഓപ്പൺ ദ ഡോർ ആണോ? ബി എന്താണ്? താങ്ക് ദ ഓൾഡ് ലേഡി അതാണോ? സി സാറ്റ് ആൻഡ് ടോക്ക്ഡ്, ലിറ്റ് എ ഫയർ. ഇതിൽ ഏതാണ് റൈറ്റ് ഓപ്ഷൻ എന്ന് ചോദിച്ചത്? ഏതാണ്? സി ആണ് അല്ലേ. ബോത്ത് ബി ആൻഡ് ഡി, താങ്ക് ദ ഓൾഡ് ലേഡിയും പിന്നെ ലിറ്റ് എ ഫയർ അല്ലേ. അതാണ് ശരി കേട്ടോ. അപ്പോൾ സി ആണ് റെഡി. തന്നെ നെക്സ്റ്റ് എന്താണ്? ഫ്രെയിം ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. യു ഹാവ് ഗിവൺ അസ് എ ലോട്ട് ഓഫ് ട്രബിൾ. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിനെന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ഈ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. യു ഹാവ് ഗിവൺ ആസ് എ ലോട്ട് ഓഫ് ട്രബിൾ അല്ലേ. ഇതൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ടാഗ് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ കൊടുക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടെ ഹാവ് അല്ലേ. സെൻറ്റൻസ് ആദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക അല്ലേ. അതിൽ നോട്ട് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ് ആ ക്വസ്റ്റ്യൻ ടാഗിൽ എന്താണ് നമുക്ക് നോട്ട് ചേർക്കാൻ പാടില്ല. ഇനി ഇതിൽ നോട്ട് ഇല്ലെങ്കിൽ എന്താക്കണം? ക്വസ്റ്റ്യൻ ടാഗിൽ നോട്ട് ചേർത്തിരിക്കണം. ഓക്കെ, അത് നിർബന്ധം. ഇനി അതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞിട്ട് എന്താണ് നോക്കുക? ഓക്സിലറി എന്താ നോക്കുക? എന്താണ് ഇവിടെ? ഹാവ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം? ഇവിടെ ഹാവ് എന്ന് എഴുതുക. ഹാവ് പിന്നെ ഇവിടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് സെൻറ്റൻസ്. ഇതിൽ നോട്ട് ഉണ്ടോ? നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് ഇവിടെ ചേർക്കരുത്, നോട്ട് ഇല്ലെങ്കിൽ ഇതിൽ നോട്ട് ചേർക്കണം. ഓക്കെ, ഇവിടെ നോട്ട് ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക? ഹാവ് നോട്ട് എന്ന് ചേർക്കണം അല്ലേ. ഈ ഹാവ് നോട്ട് എന്നുള്ള നോട്ടുള്ള ഇൻഡ് എന്നാക്കുക, ഷോർട്ട് ആക്കുക. നോട്ടിന് ഷോർട്ട് എൻ അപ്പോസ്ട്രോഫി ഇട്ടില്ലേ. അപ്പോൾ ഹാവ് ഇൻ എന്ന് കൊടുക്കുക. പിന്നെ ഫസ്റ്റിലുള്ള സബ്ജക്റ്റ് എന്താണോ അത് ചേർക്കുക. അപ്പോൾ ഹാവ് ഇൻ യു. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് കൊടുക്കുക? ഹാവ് ഇൻ യു എന്ന് കൊടുക്കുക കേട്ടോ. കണ്ടോ? ഹാവ് ഇൻ യു. ഇതാണ് നമുക്ക് അത് അല്ലേ. യു ഹാവ് ഗിവൺ ആസ് എ ലോട്ട് ഓഫ് ട്രബിൾ, ഹാവ് ഇൻ യു. അതാണ് ആ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് കേട്ടോ. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 11ാമത്തേതാണ്. The unexpected landslide and the falling of the debris on his way to Missouri disturbed Mani. Late in the evening, Mani jotted down his feelings in the form of a diary. Draft the likely diary entry. അപ്പോൾ എന്താണ്? ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് അവിടെ പോകുന്ന വഴിക്ക് എന്താണ് ലാൻഡ് സ്ലൈഡ് അൺഎക്സ്പെക്ട് ചെയ്യാതെ വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ വൈകുന്നേരം മണി എന്താക്കി അവൻ്റെ ഫീലിങ്സ് ഒക്കെ ഡയറിയിൽ എഴുതി. അപ്പോൾ ആ ഡയറി എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡയറി എൻട്രി എങ്ങനെ എഴുതാൻ നോക്കിയാൽ എങ്ങനെ എഴുതുക? ഡയറി എൻട്രി ഡയറി എൻട്രി അല്ലേ. മണീൻ്റെ വെനസ്ഡേ 15th October 2025 അല്ലേ. ആ ഡേറ്റും ഇതൊക്കെ എഴുതുക. പിന്നെ ഡിയർ ഡയറി എന്ന് പറഞ്ഞ് ഇവിടെ തുടങ്ങുക. ടുഡേ വാസ് ദ മോസ്റ്റ് ഫ്രൈറ്റനിങ് ജേർണി ഓഫ് മൈ ലൈഫ്. വി ആർ ഗോയിങ് ടു ഡു
going to Missouri when suddenly a huge landslide blocked the road. Rocks, earth, and trees came crashing down right in front of us. Okay, in front of us. Stone even fell on the bus roof. Everyone screamed. Granny, as usual, made funny remarks. Not a suitable place for a bus stop. The driver reversed quickly. Finally, the most passengers returned to Naini. But we decided to walk across the mountain. My heart is still beating fast. Money. ഇതാണ് എൻ്റെ ഡയറി എൻട്രി മണീൻ്റെ. ഇനി ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ, 11ാമത്തെ ഡയറി എൻട്രി എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഓർ എന്താണ്, അബ്ദുൽ കലാം ഈഗർനെസ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി ഈസ് ക്വൈറ്റ് കമാൻഡബിൾ. ബേസ്ഡ് ഓൺ യുവർ റീഡിങ്സ് ലിറ്റിൽ തിങ്സ് മാറ്റർ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് യങ് അബ്ദുൽ കലാം. അബ്ദുൽ കലാമിനെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് കണ്ടോ, ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം, നോക്കൂ ഇവിടെ നോക്കേ. Character sketch of Abdul Kalam, young Abdul Kalam. Young Abdul Kalam was remarkable, responsible, hard-working, and mature beyond his years. Though still a schoolboy, he willingly took up the job of newspaper distribution to support his family during the financial crisis caused by the suspension of the train halt. He woke up at 4 a.m., collected newspaper bundles, delivered them, and still reached the school on time. He was disciplined, determined, and never let difficulties affect his studies. His eagerness to help his family shows his selflessness and strong sense of duty. ഇതാണ് യങ് അബ്ദുൽ കലാമിൻ്റെ എന്താണ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, കലാം ഹാഡ് ടു ഡെലിവർ ന്യൂസ് പേപ്പർ ടു ദ റെസിഡൻസ് ഓഫ് രാമേശ്വരം എവറി ഡേ ബിഫോർ ഹി ലെഫ്റ്റ് ഫോർ സ്കൂൾ. He had conversation with one of his friends regarding his routine and the reasons behind it. Prepare the likely conversation between Kalam and his friends. എന്താണ്, കലാമിൻ്റെയും അവൻ്റെ ഫ്രണ്ട്സിൻ്റെയും കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കലാം എന്താണ്, ആ ന്യൂസ് പേപ്പർ എന്താണ് ഈ രാമേശ്വരത്തെ എല്ലാ വീടുകളിലും ഡെലിവറി ചെയ്യല എന്നും എന്താ സ്കൂൾ വരുന്നതിന് മുന്നേ. അപ്പോൾ എന്താണ് അവൻ്റെ ഫ്രണ്ട്സിനോട് എന്താണ് അവൻ്റെ റൂട്ടീനും അതിൻ്റെ ആ കാറിനൊക്കെ എന്താണ് ഫ്രണ്ട്സുമായിട്ട് കോൺവെർസേഷൻ നടത്തുകയാണ് അല്ലേ. അതിനെക്കുറിച്ച് ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കലാമും അവൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള. നോക്കൂ, ഫസ്റ്റ് ഫ്രണ്ട് അല്ലേ, കലാം വൈ ഡു യു വേക്ക് അപ്പ് സോ ഏർലി എവറി മോർണിംഗ്. അപ്പോൾ കലാം പറയാനല്ലേ, ഐ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ന്യൂസ് പേപ്പർ ബിഫോർ ഗോയിങ് ടു സ്കൂളിൽ. സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്താണ് ന്യൂസ് പേപ്പർ എനിക്ക് എല്ലായിടത്തും കൊണ്ടുവെക്കണം അല്ലേ. അപ്പോൾ ഫ്രണ്ട്, ബട്ട് വൈ, എന്തുകൊണ്ട്, യു ആർ ഓൾറെഡി സ്റ്റഡിങ് ഈസ് സോ മച്ച് അല്ലേ, നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ കലാം, അവർ ഫാമിലി ഈസ് ഫേസിങ് ഫിനാൻഷ്യൽ പ്രോബ്ലം ആഫ്റ്റർ ദ ട്രെയിൻ ഹാൾട്ട് വാസ് സസ്പെൻഡഡ് അല്ലേ. എന്താണ് ഞങ്ങളെ ഫാമിലി എന്താണ് ഫിനാൻഷ്യൽ പ്രോബ്ലം നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഡോണ്ട് യു ഫീൽ ടയേർഡ് ദ ഹോൾ ഡേ. അപ്പോൾ നീ ക്ഷീണിക്കൂലെന്ന് ചോദിക്കുകയാണ് ഫ്രണ്ട് അല്ലേ. ലിറ്റിൽ, ക്ഷീണിക്കും, ബട്ട് ഐ ഞാൻ മാനേജ് ചെയ്യും. ഹെൽപ്പിംഗ് മൈ ഫാമിലി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഫാമിലിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുകയാണ് അല്ലേ ഫ്രണ്ട്. യു ആർ റിയലി അമേസിങ്, നീ ഭയങ്കര അമേസിങ് ആണ്. ഐ ഡോണ്ട് തിങ്ക് ഐ കുഡ് ഡു ഇറ്റ്, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഫ്രണ്ട് പറയാം. അപ്പോൾ കലാം, എനിവൺ ക്യാൻ ഇഫ് ദേ റിയലി വാണ്ട് ടു ഹെൽപ്പ്. എന്താണ് ആർക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയാണല്ലേ, ആർക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയും അല്ലേ. അതാണ് എന്ത് ഈ കലാമും ഫ്രണ്ടും തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയാൽ അടുത്തത്, അല്ലെങ്കിൽ എന്താണ്, ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൺ ബിലോ യൂസിങ് സൂട്ടബിൾ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്. അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ഈ പിക്ചറിനെ കുറിച്ചിട്ട് എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പിക്ചറിനെ കുറിച്ചിട്ട് ഒന്നുകിൽ ആ ലൈക്ലി കോൺവെർസേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഈ ചിത്രം നോക്കിയിട്ട് ഈ ചിത്രത്തിലുള്ള എന്തൊക്കെയാണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ അവിടെ ഉള്ളത്, ആ മൂടൽ മഞ്ഞൊക്കെ ഉള്ള നല്ല റിവറും അതുപോലെ എന്താ മലകളൊക്കെ ഉള്ള അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, ദ പിക്ചർ ഷോസ് എ ബ്രീത്ത് ടേക്കിംഗ് സ്നോ ക്യാപ്ഡ് മൗണ്ടൻ പീക്ക് ഗ്ലോയിങ് വൈറ്റ് അണ്ടർ ദ ക്ലിയർ ബ്ലൂ സ്കൈ ആൻഡ് ഇറ്റ്സ് ഫുട്ട് ലൈസ് എ സ്മോൾ പിക്ചേഴ്സ് village with colorful houses and green field. A crystal clear river flows gently nearby, reflecting the majestic mountains. The tall pine trees surround the peaceful village and soft mist float in the cool air. It is calm, beautiful and a serene place, perfect for nature lovers. Okay, അപ്പോൾ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എന്താണ് കലാമിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷൻ എന്താണ് കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ എറർ ക്യാൻ ബി ഹോൾഡ് അല്ലേ. എഡിറ്റ് ചെയ്യാനാണ് തെറ്റുള്ളത്. ദ ബോയ് ടെൽ ഹിസ് മദർ ഐ ഹാസ് ബീൻ ഒക്കെ തെറ്റാണ് അല്ലേ. എന്താണ് ഹാസ് അല്ല ഒരു ഹാവ് അല്ലേ. ഫോർ ഓഫ് ദ റെഡ് കണ്ടീഷൻ ഓഫ് ഗ്രാനി പ്ലാന്റ്സ് ഹി കുഡ് നോട്ട് ബിലീവ്സ് ദാറ്റ് ദേ വർ സോ
ബ്രൈറ്റർ സഡൻലി ഹെൻസ് ഹി ടോൾഡ് ഗ്രാനി ടു സ്റ്റേ കെയർഫുൾ. അപ്പോൾ ഈ പാസേജ് എന്താണ് ക്ലിയർ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ക്ലിയർ ആക്കുക? അപ്പോൾ ഇവിടെ എന്താണ് ദ ബോയ് ടോൾഡ് വരിക കേട്ടോ. എന്താണ് ഇവിടെ ഇത് ടെല്ലല്ല ടോൾഡ് വരിക, TOLD അല്ലേ. പിന്നെ എന്താണ് ഐ ഹാവ് ബീൻ വരിക കേട്ടോ. ഐ ഹാവ് ബീൻ, ഹാസ് വരൂല, അതിൻ്റെ കൂടുതൽ എപ്പോഴും ഹാവ് ആണ് വരിക കേട്ടോ. ഹാവോ ഹാസോ എന്താ സിംഗുലറിൻ്റെ കൂടുതലാണ് എന്താണ് ഹി ഷീ ഇറ്റ് അല്ലേ. അതിൻ്റെ കൂടുതലൊക്കെയാണ് ഹാസ് വരിക. ഐൻ്റെ കൂടുതൽ ഹാവ്, പിന്നെ യുൻ്റെ കൂടുതൽ ഹാവ്, ദേൻ്റെ കൂടുതൽ ഹാവ്, ബീൻ്റെ കൂടുതലൊക്കെ ഹാവ് കേട്ടോ. ഐൻ്റെ കൂടുതൽ ഹാവ്. അപ്പോൾ ഐ ഹാവ് ബീൻ ഫോർ ഓഫ് ദ റെഡ് കണ്ടീഷൻ അല്ലേ. പിന്നെ എന്താ ഇവിടെ വരുന്നത്? കണ്ടീഷൻ അല്ല, ഫ്ലവേഴ്സ് ആണ് അല്ലേ. എന്താണ് ഐ ഹാവ് സീൻ ഫോർ ഓഫ് ദ റെഡ് ഫ്ലവേഴ്സ് ഓഫ് ഗ്രാനീസ് പ്ലാന്റ്സ്. ഹി കുഡ് നോട്ട് ബിലീവ് എന്ന് മതി കേട്ടോ. ബിലീവ്സ് അല്ല, ബിലീവ് എന്ന് മതി കേട്ടോ. ബിലീവ് ദാറ്റ് ദേ വേർ സോ ബ്രൈറ്റ് സഡൻലി. ബ്രൈറ്റർ വേണ്ട, ബ്രൈറ്റ് മതി കേട്ടോ. ബ്രൈറ്റ് സഡൻലി ഹെൻസ് ഹി ടോൾഡ് ഗ്രാനി ടു സ്റ്റേ കെയർഫുൾ. ഓക്കെ, അതാണ് കേട്ടോ. ഓക്കെ, ഇത് നോക്കുക കേട്ടോ. ഹി ടോൾഡ് ഗ്രാനി ടു സ്റ്റേ കെയർഫുൾ. നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. എന്താണ് നെക്സ്റ്റ് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ ഇത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഹിസ് മദർ അല്ലേ. കലാമും മദറും തമ്മിലുള്ള കോൺവെർസേഷന് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഇതാക്കുക. വാട്ട് ആർ യു തിങ്കിങ് ഇഫ് സോ ഡീപ്ലി. ഇപ്പോൾ കലാം പറയാണ്, അമ്മ ചോദിച്ചു വാട്ട് ആർ യു തിങ്കിങ് സോ ഡീപ്ലി, എന്താ നന്നായി ചിന്തിക്കുന്നു എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ കലാം ഐ ആം പ്ലാനിങ് ടു ടേക്ക് അപ്പ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പ്ലാൻ ചെയ്യാണത് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എന്ന് പറയാണല്ലേ. അപ്പോൾ അമ്മ എന്തോന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കലാം അതിനുള്ള ആൻസർ എന്താ പറഞ്ഞത്? ഐ ആം ടേക്കിംഗ് ഇറ്റ് അപ്പ് ബിക്കോസ് ഐ വാണ്ട് ടു ഹെൽപ്പ് അവർ ഫാമിലി ഇൻ ദിസ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ എന്തായിരിക്കും അവിടെ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക? വൈ ആർ യു ടേക്കിംഗ് അപ്പ് ദ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ, നീ എന്തിനാ അത് എടുക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് അല്ലേ. ഞാനിത് എൻ്റെ ഫാമിലീനെ എന്താണ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അമ്മ ദാറ്റ്സ് ഗുഡ് ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്റ്റഡീസ് ആർ നോട്ട് എഫക്റ്റഡ്. പക്ഷേ എന്താ ഉറപ്പാക്കണം, എന്താ എന്നെ പഠനത്തിൽ അത് എന്താണ് എഫക്റ്റ് ചെയ്യരുത് എന്നല്ലേ. ഇപ്പോൾ കലാം ഷുവർ ഉറപ്പാണ്. ഐ വിൽ നീഡ് ടു ഫിനിഷ് മൈ വർക്ക് ബിഫോർ ടീച്ചേഴ്സ് ഹൗസ് സെറ്റ് 4 AM അറ്റ് ലീസ്റ്റ്. എന്താണ് 4 മണി അപ്പം തന്നെ എന്താണ് ഞാൻ ടീച്ചറെ വീട്ടിലെത്തിക്കോളാം എന്ന് പറയുകയാണല്ലേ മദർ. ദെൻ യു ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞ് എന്താ അമ്മ എന്തോന്ന് പറഞ്ഞില്ല. അപ്പോൾ കലാം എന്താ പറഞ്ഞാൽ ഐ ആം റെഡി ടു വേക്കപ്പ് അറ്റ് 3 AM എവറി ഡേ അല്ലേ. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? ഐ ആം റെഡി, ഞാൻ എണീറ്റോളാം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അമ്മ എന്തൊക്കെയും പറഞ്ഞിട്ടുണ്ടാവുക? യു ഹാഡ് ബെറ്റർ ടു ഗോ ടു ബെഡ് ഏർലി അല്ലേ. നേരത്തെ കിടക്കാൻ പോകണം. യു ഹാഡ് ബെറ്റർ സ്ലീപ്പ് ഏർലി ടു നൈറ്റ് അല്ലേ. നേരത്തെ തന്നെ കിടക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ. ഞാൻ 3 ആകുമ്പോഴത്തേനും എണീറ്റോളാം എന്ന് പറഞ്ഞില്ലേ എന്നും. അപ്പോൾ മദർ പറഞ്ഞ ഇഫ് യു ഗെറ്റ് അപ്പ് ദെൻ ബൈ ദെൻ, അപ്പോൾ നീ എണീറ്റ പാട് എന്താണ് എന്തോന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കലാം നൗ ഐ ആം ഷുവർ ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്. എന്താണ് അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവുക? നീ ഐ ക്യാൻ ഗിവ് യു സംതിങ് ടു ഈറ്റ് ബിഫോർ യു ലീവ്. നീ പോകുന്നതിന് മുന്നേ ഞാൻ ഭക്ഷണം നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ. അല്ലെങ്കിൽ ഐ വിൽ പ്രിപ്പയർ സം ഫുഡ് ഫോർ യു, ഞാൻ ഫുഡ് നിനക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കലാം പറഞ്ഞെന്താണ്? ഓക്കെ ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ്, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് 14ാമത്തെ? പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് എമിലി ഡിക്കിൻസൺ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൺ ബിലോ. ഇപ്പോൾ എന്താണ് പ്രൊഫൈലാണ് അല്ലേ എമിലി ഡിക്കിൻസിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ നെയിം അല്ലേ. എമിലി ഡിക്കിൻസൺ ജനിച്ചത് December 10 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ എന്താണ് ഇവിടെ തന്നെ തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് എന്താക്കുക, നമ്മൾ ഇതിലൊക്കെ ഒരു ഈസും വാസമൊക്കെ ചേർത്തിട്ട് അറിയാത്തവരങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ തന്നെ എഴുതി വെക്കേണ്ട, ഒരു ഈസും വാസമൊക്കെ ചേർക്കുക. പിന്നെ ഈ ഡേറ്റ് ഒക്കെ വരുമ്പോൾ എന്താണ് ചിലതിൽ ഓണും അറ്റൊക്കെ വരുന്നുണ്ട് അല്ലേ. ഒക്കെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് വായിക്കുക കേട്ടോ. ഓക്കെ ഞാൻ വായിക്കുമ്പോൾ എന്താണ് ടൈം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. സോ നിങ്ങൾ എന്താക്കുക അത് വായിക്കുക കേട്ടോ. അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ 15 to 16 റീഡ് ദ ഹെഡ്ലൈൻസ് ആൻഡ് ആൻസർ. എന്താണ് ഈ ഹെഡ്ലൈൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞല്ലേ. ഇന്ത്യ ടു ഇവാക്യുവേറ്റ് ഇറ്റ്സ് നാഷണൽസ് ഫ്രം ഇസ്രായേൽ. പിന്നെന്താണ് ഇന്ത്യ ക്ലിൻച്ച്ഡ് സീരീസ് വിത്ത് ത്രില്ലിംഗ് ലാസ്റ്റ് ബോൾ 6. ഇസ്രോ സക്സസ്ഫുള്ളി ലോഞ്ചസ് ന്യൂ വെതർ സാറ്റലൈറ്റ്. ഗ്ലോബൽ ലീഡേഴ്സ് മീറ്റ് ഇൻ ടോക്കിയോ ടു ഡിസ്കസ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ ഈ 4 തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഈ ക്വസ്റ്റ്യനൊക്കെ ഓരോന്ന് എന്താണ് നിങ്ങൾ കൊടുക്കാനാണ് പറഞ്ഞില്ലേ. ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻ ദാറ്റ് ടോക്സ് അബൌട്ട് ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് ഇസ്രോ. ഇസ്രോനെ കുറിച്ചിട്ട് എന്താണ് അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നത് ഏതാണ് ഇതായത് അല്ലേ. ഇസ്രോ സക്സസ്ഫുള്ളി ലോഞ്ചസ് ന്യൂ വെതർ സാറ്റലൈറ്റ്, അതാണ് ഇതിൻ്റെ 15 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇനി 16ാമത്തെ എന്താ വിച്ച് ഹെഡ്ലൈൻ റിഫ്ലക്ട് ഇന്ത്യസ് കൺസേൺ ഓവർ എക്സ്പാട്രിയേറ്റിനെ കുറിച്ച് പറയുന്ന ഹെഡ്ലൈൻസ് ഏതാണ്?
ഏതാണ് നോക്കിയേ, ഏതാ വരുന്നത് നോക്കിയേ, ഇതാ ഇന്ത്യ ടു ഇവാക്യുവേറ്റ് ഇറ്റ്സ് നാഷണൽ ഫ്രം ഇസ്രായേൽ അല്ലേ. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ വേർഡിങ് ഓഫ് ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ ടോക്കിയോ ഇൻഡിക്കേറ്റ് അബൌട്ട് ഇന്റർനാഷണൽ റിലേഷൻസ്? ഏതാണ്? ഗ്രോയിങ് കോപ്പറേഷൻ ആണോ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണോ, റൈസിങ് ടെൻഷൻ ആണോ, കംപ്ലീറ്റ് ഡിസ്അഗ്രിമെന്റ്? ഗ്രോയിങ് കോപ്പറേഷൻ ആയിരിക്കും അല്ലേ. യെസ്, ഗ്രോയിങ് കോപ്പറേഷൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഗിവൺ ബ്രാക്കറ്റ്സ്. എന്താണ് ഇതിൽ കുറച്ച് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ, അത് ഇവിടെ കറക്റ്റായി എഴുതാനാണ് പറഞ്ഞത്. സക്സീഡഡ് ഇൻ, കെപ്റ്റ് ക്വയറ്റ്, സ്ക്യൂസ്ഡ് ഹെർ ഹാൻഡ്, ലിഫ്റ്റഡ് അപ്പ്, വേവ്ഡ് ഡൗൺ. ദ ഗൺമാൻ ഡാഷ് എ ബ്ലാക്ക് പിസ്റ്റൾ. അപ്പോൾ എന്താണ്? ദ ഗൺമാൻ ലിഫ്റ്റഡ് അപ്പ് എ ബ്ലാക്ക് പിസ്റ്റൾ. ഓക്കെ, മലാല ഡാഷ് ദ റൈറ്റ് ഓഫ് എവറി ഗേൾ ടു എഡ്യൂക്കേഷൻ. അപ്പോൾ ഏതാ? സക്സീഡഡ് കേട്ടോ. എന്താണ്? സക്സീഡഡ് ഇൻ ആണ് ഇത്. മലാല സക്സീഡഡ് ഇൻ റൈറ്റ് ഓഫ് എവറി ഗേൾ ടു എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, വെൻ ദ ഷോട്ട് വേർ ഫയർഡ് മലാല ഡാഷ് മോനിബാസ് ഹാൻഡ് അല്ലേ. ഷോട്ട് ഫയർ അടിച്ചപ്പോൾ എന്താണ്? മലാല എന്താക്കി? മോനിബേൻ്റെ അവിടേക്ക് സ്ക്യൂസ്ഡ് ഹെർ അല്ലേ, അവിടെ അല്ലേ, സ്ക്യൂസ്ഡ് ഹെർ ഹാൻഡ്. അതാണ് വരിക കേട്ടോ. ഇതാണ് മൂന്നാമത്തത്, സി ഇത് കേട്ടോ. ഇത് സി, ഇത് ബി, ഏതാണ്? ഗൺമാൻ ലിഫ്റ്റഡ് അപ്പ് അല്ലേ, ഇത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, നന്നായി ആദ്യം ചാപ്റ്റേഴ്സൊക്കെ നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് എന്താക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നന്നായി ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.